നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു താരത്തിനെയാണ്. തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വേറെ ആരുമല്ല, മഹേന്ദ്ര XUV 700. ഈ പാർട്ടി ഇന്ത്യയിലല്ല കേട്ടോ. ഇന്ന് നമ്മളൊരു ഓസ്ട്രേലിയക്കാരനെയാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ ഈ താരം ലോഞ്ച് ചെയ്തിട്ട് 3 വർഷത്തോളം ആയതേ ഉള്ളൂ. എടുത്തവർക്കെല്ലാം വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് മഹേന്ദ്ര XUV. 3 ലക്ഷത്തിലധികം യൂണിറ്റുകൾ ഇതുവരെയും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അവരുടെ കണക്ക്. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മലയാളിയായ അനിൽ പുതിയൊരു മഹേന്ദ്ര XUV വാങ്ങിച്ചപ്പോൾ തൻ്റെ പഴയ നൊസ്റ്റാൾജിയയും തൻ്റെ കുറച്ച് ഇഷ്ടങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ വണ്ടിയിൽ വരുത്തി. ഒരു വാഹനത്തെപ്പറ്റി ആയാലും മനുഷ്യരെപ്പറ്റി ആയാലും എന്ത് വസ്തുവിനെ പറ്റി ആയാലും അതിനോട് അത്ര അടുപ്പമുള്ളവർക്കല്ലേ അതിനെപ്പറ്റി വളരെ നന്നായി സംസാരിക്കാൻ കഴിയൂ. ഒരുപാട് ഇഷ്ടത്തോടെ വാങ്ങിയ തൻ്റെ വണ്ടിയിൽ എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അനിൽ വരുത്തിയതെന്ന് അനിലിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് മാറ്റങ്ങളുമായി നിൽക്കുന്ന നമ്മൾ കാണാൻ പോകുന്ന താരം. വണ്ടിക്ക് സെറാമിക് സ്പ്രേ കോട്ടിംഗ് ചെയ്തിരിക്കുന്നതും അനിൽ തന്നെയാണ്. കുറച്ചേ ഉള്ളൂവെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്പർ XUV 700. നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ പേഴ്സണലൈസ്ഡ് നമ്പർ എടുക്കാം. അതായത് നമുക്കിഷ്ടമുള്ള നമ്പർ, അതും അവർ പറയുന്നൊരു ഫോർമാറ്റൊക്കെ കിട്ടത്തുള്ളൂ. ചിലതൊക്കെ ഇത്ര അക്കങ്ങളെ പാടുള്ളൂ, ഇത്ര അക്ഷരങ്ങളെ പാടുള്ളൂ, അല്ലെങ്കിൽ മിക്സായിട്ട് അങ്ങനെയൊക്കെ കുറേ എടുക്കാം. അപ്പോൾ XUV 700 വണ്ടിയുടെ മോഡൽ നമ്പർ ഒരിക്കലും കിട്ടുകയില്ല. അപ്പോൾ ഞാൻ XUV 7 എഴുതിയിട്ട് ഇംഗ്ലീഷ് അക്ഷരം 2 O അടിച്ചു, 7W, അത് കിട്ടി. അപ്പോൾ 700 തന്നെയാണല്ലോ വായിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രില്ലിൻ്റെ ആ സ്ട്രിപ്പ് കണ്ടോ, BMW ഞാൻ ഓർഡർ ചെയ്തിട്ട് നോക്കിയതാണ്. പിന്നെ വണ്ടിയുടെ സൈഡിൽ ഇത് കണ്ടോ, ബോണറ്റ് പ്രൊട്ടക്ടറായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് ഒരു ചെറിയ ഫ്രണ്ടിന് ചെറിയൊരു എന്നാ പറയുന്നത്, ഇരുത്തം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചെറിയ കാറ് പോലെ, അല്ലെ ഭയങ്കര പൊക്കം പോലെ തോന്നുമായിരുന്നേ. പിന്നെ ഈ സൈഡിലും ആ സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് കണ്ട് ടയറെ കണ്ടോ, MRF വാണ്ടർ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ MRFൻ്റെ ടയർ ഇല്ല ഓസ്ട്രേലിയയിൽ. അപ്പോൾ കാണുന്നവർക്കൊരു കൗതുകമാകട്ടെ, അതിലും കൂടുതൽ എനിക്ക് കൗതുകമാകട്ടെ എന്നോർത്തുണ്ട്. പിന്നെ സ്ട്രിപ്പ് കണ്ടോ, റെഡ് സ്ട്രിപ്പ് ആ വീലിന് ചുറ്റും ആ റിമ്മിന് ചുറ്റുമുള്ള, അത് ഞാൻ മേടിച്ച് വെച്ചതാണ് ഓൺലൈനിൽ നിന്ന്. ആ റെഡിന് മുകളിലും താഴെ 2 വൈറ്റിൻ്റെ സ്ട്രിപ്പ് കണ്ടോ, അതും ഓൺലൈനിൽ നിന്ന് മേടിച്ച കേട്ടോ, അത് ഒട്ടിച്ച് വെച്ചതാണ്. പിന്നെ ഇത് കണ്ടോ, ഈ വാൽവ് സ്പോർട്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, അതാ വാൽവിൻ്റെ കവറാണ്. സാധാരണ വണ്ടിക്ക് ബ്ലാക്കാണ് വരുന്നത്, ഞാനതൊരു റെഡ് മേടിച്ച് വെച്ചു. പിന്നെ ലിമിറ്റഡ് എഡിഷൻ ടർബോ എന്നുള്ള ഇതെല്ലാം സ്റ്റിക്കറുകളാണ്, അതെല്ലാം മേടിച്ച് വെച്ചതാണ്. സ്പോർട്സ് എന്നൊരു സ്റ്റിക്കർ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, ഇതുവരെ വന്നില്ല. പിന്നെ കണ്ണാടിയെ കണ്ടോ, റിയർ വ്യൂ മിററിൽ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹാൻഡിലേൽ കാർബൺ ഫൈബറിൻ്റെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. അതായത് കാർബൺ ഫൈബറിൻ്റെ ഞാൻ ഒട്ടിച്ചത് അതേ രീതി വെട്ടിയിട്ട് ആ ഹാൻഡിലേൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും വീലയിലും ഉണ്ട് ഈ സംഭവങ്ങൾ. വാണ്ടറർ, ആ സ്ട്രിപ്പ്, ആ കണ്ടോ വാൽവിൻ്റെ ഇത്, ഇത്രയാണ് സൈഡിൻ്റെ സംഭവങ്ങൾ. പിന്നെ എൻ്റെ ബാക്കിലത്തെ നമ്പർ XUV 700 അതേ നമ്പർ തന്നെ, പക്ഷേ നമ്പർ പ്ലേറ്റ് വലുതാണ്. ഞാൻ ഫ്രണ്ടിലത്തെ ചെറിയ നമ്പർ പ്ലേറ്റും ബാക്കിലെ വലുതും എടുത്തതേ. കാര്യം ബാക്കിൽ ചെറുതായിപ്പോയി കഴിഞ്ഞാൽ അതൊരു സുഖമില്ല കാണാൻ. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇത് ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബോണറ്റ് പ്രൊട്ടക്ടർ സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ പുറകെ ചെയ്തിട്ടില്ല. ലിമിറ്റഡ് എഡിഷൻ ടർബോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഓരോ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, പെട്രോൾ ടാങ്കിൻ്റെ അടപ്പയിലും കാർബൺ ഫൈബറിൻ്റെ ഒരു പീസ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയും ഈ സംഭവം തന്നെ. പിന്നെ ഇവിടെയും സൈഡിൽ ഇത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഹാൻഡിലിൻ്റെ ഡോർ ഹാൻഡിലിൻ്റെ കാർബൺ ഫൈബറിൻ്റെ ഒരു പീസ് ഒട്ടിച്ച് വേറൊരു വ്യത്യസ്ത കളർ കൊടുക്കാനായിട്ട്. പിന്നെ ഇവിടെ റിയർ വ്യൂ മിററിൽ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ടയറിലും സംഭവമുണ്ട്. അപ്പം ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇതാണ് ആ ഒരു വ്യൂ. കണ്ടോ വണ്ടിയുടെ കീ കണ്ടോ, റെഡ് കളർ
കീക്ക് കവർ കിട്ടി ആമസോണിൽ നിന്ന്. വണ്ടിയുടെ അകമെന്ന് പറഞ്ഞാൽ കയറി വരുന്നിടത്തുണ്ടോ സ്പോർട്സ് എന്നും പറഞ്ഞുകൊണ്ട് 2 സ്റ്റിക്കർ മേടിച്ചു. പിന്നെ ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു സംഭവം, ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ സ്റ്റിയറിംഗ് ഉണ്ടോ, സ്റ്റിയറിംഗ് വീല് ഞാൻ ഇത് ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ കവർ വെച്ചിട്ട് നല്ലപോലെ ഒരുതരം കറുത്ത ഒരു ചരട് മേടിച്ച് കെട്ടി. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ നൊസ്റ്റാൾജി എന്ന് ഓർത്താൽ മതി. പണ്ട് കട്ടപ്പനയിലും ഒക്കെ മഹീന്ദ്ര വണ്ടി അല്ല, നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സൊക്കെ കോട്ടയത്തിനൊക്കെ പോകുന്ന എല്ലാ പ്രൈവറ്റ് ബസ്സിനും ഇതുപോലെ ഉണ്ടായിരുന്നു. ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ വെച്ച് അങ്ങോട്ട് വെച്ചതാണ്. പിന്നെ ഇതുണ്ടോ സൺഗ്ലാസ് ഹോൾഡ് ചെയ്യാനായിട്ടൊരു സാധനം. അത് നമ്മുടെ ഈ സൺവൈസറയിൽ നമുക്ക് ഓൺലൈനിൽ മേടിച്ച് വെക്കാവുന്ന സാധനമാണ്. അത് മേടിച്ച് വെച്ചു. പിന്നെ സീറ്റ് കവർ ഇത് വൈറ്റ് അല്ലേ ഇതിൻ്റെ സീറ്റ്, അത് കാരണം ഞാൻ ആമസോണിൽ ഓൺലൈൻ മേടിച്ച നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് സംഭവം. നല്ല കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടി കേട്ടോ. പിന്നെ നെക്ക് പില്ലോ അത് ഓൺലൈനിൽ വേറെ മേടിച്ചാണ്. 2 സീറ്റ് നെക്ക് പില്ലോ വെച്ചിട്ടുണ്ട്. അതിന് സീറ്റ് കവർ നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഗിയർ നോബിനൊരു ലെതറിൻ്റെ ഒരു കവർ മേടിച്ച് വെച്ചു ഓൺലൈനിൽ നിന്ന്. പിന്നെ ഇത് കണ്ടോ, ഈ സംഭവമാണ് നമ്മുടെ അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ കുത്തിക്കഴിഞ്ഞാൽ ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് വയർലെസ് ആയിട്ട് കയറി വന്നോളും. നമ്മൾ എപ്പോഴും ഫോൺ കുത്തണ്ട. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊരു സ്പോർട്സ് എന്നും പറഞ്ഞുകൊണ്ട് കപ്പ് ഹോൾഡറിൻ്റെ അവിടെ മേടിച്ച് വെച്ചു. പിന്നെ ആംറെസ്റ്റയിലൊരു കവറ്, അതിൻ്റെ ഇവിടെ ഇത് കണ്ടോ, നമുക്ക് താക്കോലൊക്കെ ഇട്ട് അതിൻ്റെ മൊബൈൽ ഫോണൊക്കെ ഇട്ട് വെക്കാം. പിന്നെ അപ്പുറത്തെ സീറ്റും അതിൻ്റെ നെക്കിൻ്റെ ഇതും. പിന്നെ ക്യാമറ ബാക്കിലും ഫ്രണ്ടിലും ഞാൻ വെച്ചിട്ടുണ്ട്, ഡാഷ് ക്യാം. അതും പ്രൈവറ്റ് ഒരാളെ കൊണ്ട് വെച്ചതാണ്. ഇതുകൊണ്ട് അതിൻ്റെ കൈ പിടിക്കുന്ന ആ സാധനം എല്ലാം സ്പോട്ടെന്നും പറഞ്ഞുകൊണ്ട് റെഡ് കളറിലുള്ള സംഭവങ്ങൾ മേടിച്ച് ഞാൻ ബൈക്ക് വരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈക്കിലത്തെ സീറ്റും കണ്ടോ, ഇത് മേടിച്ചു, സീറ്റ് കവർ മേടിച്ച് ഫിറ്റ് ചെയ്തു. അതിനുമുണ്ട് നെക്ക് പില്ലോ. പിന്നെ ഇവിടുത്തെ ഈ സൈഡിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് എന്നും പറഞ്ഞുകൊണ്ട് സംഭവം കയറുന്നിടത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട ഒരു ഭംഗി എന്നെനിക്കങ്ങ് തോന്നുന്നു. പിന്നെ സീറ്റ് കവറിൻ്റെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരെണ്ണം മേടിച്ച് ഫിറ്റ് ചെയ്ത്. പിന്നെ ലെഫ്റ്റ് സൈഡ് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ സ്പോർട്സിന് വേണ്ടി ഫിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഈ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ പുറകിലേ പിള്ളേർക്ക് വേണ്ടി ഞാൻ മേടിച്ച് ഫിറ്റ് ചെയ്ത ഈ സംഭവം ഓൺലൈനിൽ മേടിച്ചൊരു സാധനമാണ്. പിള്ളേർക്ക് എന്തെങ്കിലും ഡ്രിങ്കോ ഒക്കെ വേണമെങ്കിൽ അവിടെ വെക്കാം. ഫുഡ് വേണമെങ്കിൽ ആ ട്രേ വെക്കാം. ആവശ്യം കഴിഞ്ഞാൽ ഇതങ്ങ് മടക്കി വെച്ചാൽ മതി, അടഞ്ഞാൽ പിടിക്കുന്നുണ്ട്. 2 സീറ്റിലത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബൈക്കിലത്തെ സീറ്റിൻ്റെ നെക്ക് പില്ലോ. അതിൽ ലിമിറ്റഡ് എഡിഷൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇതുണ്ടോ, ഇഗ്നിഷൻ സ്വിച്ചിന് ചുറ്റും അതിന് ഒരു ചെറിയൊരു അലങ്കാരം വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലെ, സ്റ്റിക്കറല്ല, ഒരു മെറ്റലിൻ്റെ ഒരു സാധനം മേടിച്ചു. അത് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നു. ആ സാധനത്തിൻ്റെ അത്രയിൽ